അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹയാൽ അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞുവെങ്കിൽ എന്തുകൊണ്ടാ എന്റെ പ്രിയപ്പെട്ടവരെ ആ വഴി ഉണ്ടായത്? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ നായകന്മാരുടെയൊക്കെ ആഖിബത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കൂ. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ കോഴിക്കോട്ടി ഉസ്താദിനെ ഇവിടെ ഇരുത്തി ദീർഘമായി സംസാരിക്കുന്നത് അദബുകേടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മഹാനായ മൗലാന കെ.ടി. ഉസ്താദിന്റെ ആഖിബത്ത് കൂടി നമുക്കൊന്ന് ഈ സദസ്സിൽ പങ്കുവച്ചാൽ അവരുടെയൊക്കെ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മെ ഏറ്റെടുത്തില്ലല്ലോ. മഹാനായ കെ.ടി. ഉസ്താദ് സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ സമ്മേളനം നടക്കുന്നു. ഗോൾഡൻ ജൂബിലി, സുവർണ ജൂബിലി, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിന്റെ ജനറൽ കൺവീനർ മഹാനായ കെ.ടി. ഉസ്താദായിരുന്നു. 12ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്നതോ. വെള്ളിയാഴ്ച സമ്മേളനത്തിന് 50 കാലുകളിൽ പതാക നാട്ടിയപ്പോ അതിൽ ഒന്ന് കെ.ടി. ഉസ്താദായിരുന്നു. ശനിയാഴ്ചയും സമ്മേളന നഗരിയിലേക്ക് കടന്നു വന്നു. ഞായറാഴ്ച സമ്മേളനത്തിലേക്ക് കാലത്ത് 8 മണിക്ക് തന്നെ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഭാര്യയോടും മകളോടും പറഞ്ഞു, എനിക്കൊരു തോർത്തുമുണ്ട് തരുമോ, ഒരു തോർത്തുമുണ്ട് തരുമോ? വേണ്ടപ്പെട്ടവർ ചോദിച്ചു, എന്തിനാ തോർത്തുമുണ്ട്? സമ്മേളനത്തിനല്ല ആവശ്യം വരുമെന്ന് പറഞ്ഞു. ആ തോർത്തുമുണ്ടും കയ്യിൽ വാങ്ങിയിട്ട് തന്റെ ആത്മീയ ഗുരു മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ആമീൻ മഹാനവരുടെ ഖബറിങ്ങിൽ കടന്നു വന്നിട്ട് കരഞ്ഞു ദുആ ചെയ്തു. സമ്മേളന നഗരിയിലെത്തി. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തി. ഉച്ചഭക്ഷണം കഴിച്ചപ്പോൾ അസ്വസ്ഥതയുണ്ടായി. മഹാനായ കെ.ടി. ഉസ്താദിനെ നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചു. ECG എടുത്തു. കുഴപ്പമൊന്നുമില്ല. ഗ്യാസിന്റെ ഗുളിക ആരോ കൊടുത്തത് കഴിച്ചു. 5 മണിക്ക് സമ്മേളന നടപടികൾ ആരംഭിച്ചു. മഹാനായ PKM ബാവ മുസ്ലിയാർ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന നടത്തി. അള്ളാഹു അവിടുത്തെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സമസ്തയുടെ ചീഫ് കാരി ആയിരുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഖിറാഅത്ത് നടത്തി. അള്ളാഹു അവിടുത്തെ ദർജകളും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പിന്നീട് നടക്കേണ്ടത് സ്വാഗതമാണ്. കെ.ടി. ഉസ്താദ് ആ സ്വാഗതം പറയേണ്ടത്. സമ്മേളന നഗരിയിൽ കെ.ടി. ഉസ്താദിനെ കാണാനില്ല. എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോ മഗ്രിബ് ബാങ്ക് കൊടുത്തു. 15 ലക്ഷത്തോളം ആളുകൾ നിസ്കാരത്തിന് വേണ്ടി അണിയണിയായിരുന്നു. പത്രങ്ങൾ എഴുതിയതാ 15 ലക്ഷം എന്നുള്ളത്. എല്ലാവരും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു. അതാ കെ.ടി. ഉസ്താദ് സ്റ്റേജിലേക്ക് കടന്നു വരുന്നു. 15 ലക്ഷത്തിന് സ്വാഗതമോദേണ്ട കെ.ടി. ഉസ്താദ്. അസ്വസ്ഥതയുണ്ട് മഹാനായ കെ.ടി. ഉസ്താദിന്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. സ്വാഗതം പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ബഹാവുദ്ദീൻ ഉസ്താദിനെ ഏൽപ്പിച്ച് സ്റ്റേജിന്റെ വലതുഭാഗത്ത് ചെന്നിരുന്നു. പ്രധാന പരിപാടികളൊക്കെ കഴിഞ്ഞ് 7 മണിക്ക് കടന്നു വന്ന കെ.ടി. ഉസ്താദ് 8 മണിക്ക് എണീറ്റു. എനിക്ക് വയ്യ, പോവാണെന്ന് പറഞ്ഞു. താൻ നട്ടുവളർത്തിയ സംഘടനയുടെ മനോഹരമായ വളർച്ച കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് സ്റ്റേജിൽ നിന്ന് എല്ലാവരോടും യാത്ര ചോദിച്ച് നടന്നു പോകുന്നു. സ്റ്റേജിൽ നിന്ന് ഇറങ്ങുമ്പോ വളണ്ടിയർമാർ വാരിയെടുത്തു. 15 ലക്ഷത്തിന് സ്വാഗതമോദേണ്ട കെ.ടി. ഉസ്താദിന് മലക്കുകൾ വന്ന് സ്വാഗതം ഓതിക്കൊണ്ടേയിരുന്നു. എന്താണ് ആ സ്വാഗതം? തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. 15 ലക്ഷത്തിന് സ്വാഗതമോദേണ്ട കെ.ടി. ഉസ്താദിന്, മഹാനായ കെ.ടി. ഉസ്താദിന് മലക്കുകൾ സ്വാഗതം ചെയ്തുകൊണ്ടേയിരുന്നു. സ്വർഗ്ഗമിതാ കടന്നു വന്നോളോ. കെ.ടി. ഉസ്താദ് 8:20 ആംബുലൻസിലേക്ക് കടന്നു വരികയാണ്. നീണ്ടു നിവർന്നു കിടന്നിട്ട് വെപ്പ് വെല്ലെടുത്തിട്ട് തന്റെ അരികിലുള്ള ആളുകളെ കയ്യിലേക്ക് കൊടുത്തോ. വെള്ളം മേടിച്ചു കുടിച്ചോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുകയാണ്. ഒരു തവണയല്ല, 2ാമതും ചൊല്ലുകയാണ്. 3ാമതും ചൊല്ലുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. 8:25 ലോകത്തോട് വിട പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാം ഒരുങ്ങി കലിമ ചൊല്ലി മരിക്കാൻ കഴിഞ്ഞു. എന്നിട്ട് മഹാനായ കെ.ടി. ഉസ്താദിന്റെ മരണം ഉറപ്പിച്ചപ്പോ അവിടുത്തെ താട കെട്ടാൻ ശീല തിരഞ്ഞു നോക്കിയപ്പോ ശീല ലഭിച്ചില്ല. എത്ര കാലത്ത് ഭാര്യയുടെയും മകളുടെയും കയ്യിൽ നിന്ന് വാങ്ങിയ തോക്ക് കൊണ്ടുകൊണ്ടാണ് അവിടുത്തെ താട കെട്ടിയത്. എല്ലാം ഒരുങ്ങി ഞാൻ യാത്ര പോവുകയാ. എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചപ്പോ, സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ, SKSSFന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് വെറുതെയല്ല. ഇത് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനമാണ്. ഇത് ഏറ്റവും നല്ല പ്രവർത്തനമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ യുവത്വം വലിച്ചെറിയാനുള്ളതല്ല. നമ്മുടെ യുവത്വം കളഞ്ഞു കുളിക്കാനുള്ളതല്ല. മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ, വ്യഭിചാരത്തിന്റെ വഴികളിലൂടെ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ 12 മണിയാകുമ്പോ പുതിയൊരു വർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോ